ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. T20 മത്സരത്തിനും ഏകദിനത്തിനുമുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. T20 മത്സരത്തിൽ സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഏകദിന മത്സരത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ നയിക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിനൊപ്പം എത്തിച്ചേരും. ജസ്പ്രീത് ബുംറയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും മാത്രമാണ് വിശ്രമം അനുവദിച്ചിട്ടുള്ളത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം KL രാഹുലും ശ്രേയസ് അയ്യരും ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദിന ടീമിലാണ് താരങ്ങളെ ഇടം പിടിച്ചിട്ടുള്ളത്. മലയാളി താരം സഞ്ജു സാംസൺ ഏകദിനത്തിലും T20യിലും ഇടം നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും T20 സ്ക്വാഡിൽ മാത്രമാണ് താരം ഇടം പിടിച്ചിട്ടുള്ളത്. അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. എന്നാൽ T20യിൽ മാത്രമാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെലക്ടർമാരുടെ തീരുമാനം സഞ്ജു സാംസന്റെ ആരാധകർക്ക് രോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ഗൗതം ഗംഭീർ ചുമതലയേൽക്കുമ്പോഴെങ്കിലും സഞ്ജു സാംസന്റെ സെലക്ഷന് മാറ്റം സംഭവിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. താരം മാത്രമല്ല, സിംബാബ്വെ സീരീസിൽ മികച്ച പ്രകടനം നടത്തിയ ഋതുരാജ് ഗെയ്ക്വാദും അഭിഷേക് ശർമ്മയെല്ലാം ടീമിൽ നിന്ന് പുറത്തായി. കൂടാതെ മികച്ച പ്രകടനം നടത്തിയ ബോളറായിരുന്നു മുകേഷ് കുമാർ. താരത്തെയും ഒഴിവാക്കിയിട്ടുണ്ട്. T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ച യുസ്വേന്ദ്ര ചഹലിനെയും പുറത്താക്കിയിട്ടുണ്ട്. നിലവിൽ T20യുടെ ക്യാപ്റ്റനായി ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. എന്നാൽ താരത്തിന് സ്ഥിരമായി പരുക്കലട്ടുന്നത് മൂലമാണ് പുതിയ ക്യാപ്റ്റനെ ഇന്ത്യ പരീക്ഷിക്കുന്നത്. എന്നാൽ വൈസ് ക്യാപ്റ്റൻസി പോലും താരത്തിന് നൽകിയില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. ശുഭ്മാൻ ഗില്ലാണ് ഏകദിനത്തിലും T20യിലും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. സിംബാബ്വെ സീരീസിൽ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ മികച്ച വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭാവി ക്യാപ്റ്റനായി കാണുന്നത് ശുഭ്മാൻ ഗില്ലിനെ ആവും. അതുകൊണ്ടാണ് താരത്തിന് വൈസ് ക്യാപ്റ്റൻസി നൽകിയത്. T20 സ്ക്വാഡിലും ഏകദിനത്തിന്റെ സ്ക്വാഡിലും റിയാൻ പരാഗ് ഇടം പിടിച്ചത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ഏകദിനത്തിലും T20യിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ KL രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാർ. T20 സ്ക്വാഡിൽ ഋഷഭ് പന്തും സഞ്ജു സാംസനുമാണ്. ശ്രീലങ്കയിൽ 3 വീതം T20യും ഏകദിനവുമാണ് ഇന്ത്യ കളിക്കുന്നത്. ജൂലൈ 27-നാണ് ആദ്യ T20 മത്സരം. ഓഗസ്റ്റ് 7-ന് 3-ാം ഏകദിനത്തോടെ അവസാനിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.